എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 28 ശ്ലോകം 6, 7, 8, 9, 10, 11, 12, 13 8 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവത് ദർശനം കിട്ടിയ വരുണൻ ഭഗവാനെ നമസ്കരിച്ച് സ്തുതിക്കുന്നു. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരദോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനേ ന യത്ര ശ്രൂയത്തെ മായ ലോകസൃഷ്ടി വികൽപ്പന. അവന് ഭഗവാന്റെ ദർശനം ലഭിച്ച വരുണൻ കൃതാർത്ഥനായിട്ട് തന്റെ അപരാധം ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കണം. അല്ലയോ ഭഗവാനെ, പരമാത്മാവായും പരബ്രഹ്മസ്വരൂപനായും ഇരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. ദേവൻ, മനുഷ്യൻ, മൃഗം, പക്ഷി എന്ന ബഹുവിധ ശരീരങ്ങളെ പ്രദർശിപ്പിക്കുന്ന മായ അങ്ങയെ ബാധിക്കാത്തത് കൊണ്ട് അങ്ങ് മായാതീതനും ലീലാവിഗ്രഹധാരിയുമായ അവിടുത്തേക്ക് നമസ്കാരം. അജാനതാ ത്വൽപിതരം മൂഢേനാകാര്യവേദിന ആനീതോയം തവ പിതാ തൽപ്രഭോ ക്ഷന്തുമർഹസി. വിവേകമില്ലാത്തവനും അങ്ങയുടെ പ്രഭാവത്തെ മനസ്സിലാക്കാത്തവനും നിന്തിരുവടിയുടെ പിതാവാണെന്ന് അറിവില്ലാത്തവനും അങ്ങയുടെ മായയാൽ മോഹിതനുമായ എന്റെ ഭൃത്യൻ അങ്ങയുടെ പിതാവിനെ കൊണ്ടുവന്നു ഇവിടേക്ക്. ആ ഭൃത്യന് അറിവില്ലാത്തത് കൊണ്ടാണ് ഭഗവാനെ. അതുകൊണ്ട് അല്ലയോ നിഗ്രഹ അനുഗ്രഹ ശക്തനായ സർവേശ്വര, അങ്ങ് അതിനെ ക്ഷമിക്കണേ, അതിൽ ക്ഷമിക്കണേ. എന്റെ ഭൃത്യൻ ചെയ്ത അപരാധം ഞാൻ ചെയ്തതിന് തുല്യമാകയാൽ അറിവില്ലായ്മ നിമിത്തം വന്നുപോയ ആ കുറ്റം പൊറുക്കണേ എന്നാണ് വരുണൻ പ്രാർത്ഥിക്കണത്. മമാപ്യനുഗ്രഹം കൃഷ്ണ കർത്തുമർഹസ്യാശേഷതൃക് ഗോവിന്ദ ഗോവിന്ദ നിയതാമേഷ പിതാ തേ പിതൃവത്സല ഇതൈഷതേ മയാ നീതോ എന്നത്വൽപാദദർശനം പ്രജാ വയമനുഗ്രാഹ്യ സാപരാധ അഭിപ്രഭു. പിതാവിന്റെ പേരിൽ പരമസ്നേഹമുള്ള അങ്ങയുടെ പിതാവിനെ തന്നെ ഞാൻ കൊണ്ടുവരിക. ഇതിൽ മീതെ എന്ത് കുറ്റമാണ് ചെയ്യാനുള്ളത് എന്ന് കാണിക്കാനാണ് അതാ പിതൃവത്സല എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. എന്തു കുറ്റം ചെയ്താലും മാപ്പ് തരുവാൻ ഭഗവാന് സാധിക്കും. അതുകൊണ്ടാണ് പ്രഭോ എന്ന് സംബോധന ചെയ്തുകൊണ്ട് വരുണൻ ഭഗവാനോട് പറയണം, അല്ലയോ ഭഗവാനെ, ഏറ്റവും കടുത്ത കുറ്റം ഞാൻ ചെയ്തു എങ്കിലും അതെനിക്ക് എത്രയും ഉപകാരമായി പരിണമിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഭൃത്യനായ ഞാൻ അങ്ങയുടെ പിതാവിനെ കൊണ്ടുവന്നു എങ്കിലും അത് നിമിത്തം ദേവർഷിപ്രവരന്മാർക്കും കൂടി കാണാൻ കഴിയാത്ത അങ്ങയുടെ ദിവ്യപാദം കാണാനും വന്ദിക്കാനും അടിയന് സാധിച്ചു. അത് എനിക്ക് മഹത്തായ ഫലം നൽകിയിരിക്കുന്നു. അതിനാൽ അപരാധമുള്ളവരാണെങ്കിലും അങ്ങയുടെ സന്താനതുല്യരായ പ്രജകളിൽ കോപിക്കാതെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണു വരുണൻ. ശ്രീശുക ഉവാച ഏവം പ്രസാദിത കൃഷ്ണോ ഭഗവാൻ അഖിലേശ്വര ആദായാഗസ്വപിതരം ബന്ധൂനാം ചാവകൻ പുതം. ശ്രീശുക ബ്രഹ്മർഷി പറയണു, അങ്ങനെ വരുണനാൽ പ്രസാദിതനും വരുണാദി ഈശ്വരന്മാർക്കും ഈശ്വരനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അച്ഛനെയും കൂട്ടി പ്രജാവാസികൾക്ക് ആനന്ദം നൽകുവാനായിക്കൊണ്ട് ഗോകുലത്തിലേക്ക് തിരിച്ചു. നന്ദസ്തു അതീന്ദ്രിയം ദൃഷ്ട്വാ ലോകപാലമഹോദയം കൃഷ്ണേ ച സന്നദ്ധിം തേഷാം ജ്ഞാതിഭ്യോ വിസ്മിതോ ബ്രവീൽ. നന്ദഗോപർക്ക് അവിടെ ചെന്നപ്പോണ്ടായ ഒരു അത്ഭുതം. എന്തൊരു അത്ഭുത ലോക, ഇതിനു മുമ്പ് കാണാത്തൊരു ലോകം. മരുണലോകമൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് വിചാരിച്ചിട്ട് പോലുമില്ല. അങ്ങനെ അത്ഭുതമായിട്ട് ഇങ്ങനെ കണ്ടു. അതുമാത്രല്ല, ഈ കൃഷ്ണൻ അങ്ങോട്ട് ചെന്നപ്പോണ്ട് ആ ഭഗവാനെ പൂജിക്കുന്ന മാതിരിയുള്ള വരുണന്റെ ആ പരിഭ്രമവും ആ പൂജാദികളും ഭക്തിയും ഒക്കെ കണ്ടിട്ട് അത്ഭുതം സ്തബ്ധനായി നന്ദഗോപുരം. ഇതിനു മുമ്പിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വരുണന്റെ ഐശ്വര്യാതിശയവും
തന്റെ പുത്രനായ ശ്രീകൃഷ്ണനിൽ ആ വരുണനുള്ള ഭൃത്യഭാവവും കണ്ടിട്ട് വളരെ സന്തോഷമായി. ശരിക്കും ഈശ്വരൻ തന്നെയാണല്ലേ എന്റെ കൃഷ്ണൻ എന്ന് അപ്പം ശരിക്കും തോന്നി നന്ദഗോപർക്ക്. എന്നിട്ട് ഉപനന്ദാദികളോടൊക്കെ എല്ലാ ഗോപന്മാരോടും പിന്നെ തന്റെ ബന്ധുക്കളോടും അവിടെ കണ്ട കാര്യമൊക്കെ ഇങ്ങനെ അത്ഭുതമായിട്ട് വിസ്തരിച്ചിങ്ങനെ പറയാണ് നന്ദഗോപര്. അതങ്ങോട്ട് കേട്ടപ്പോ അപ്പൊ ശരിക്കും ഭഗവാൻ തന്നെയാണല്ലേ നമ്മുടെ ഈ കൃഷ്ണൻ. അല്ലെങ്കിൽ വരുണനൊന്നും ഇങ്ങനെ പൂജിക്കില്ലല്ലോ ഇതൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഇതാ അവര് പറയാണ് ഗോപന്മാര്. തേതു ഔത്സുക്യധിയോ രാജൻ മത്വാ ഗോപാസ്തമീശ്വരം അഭിനസ്വഗതിം സൂക്ഷ്മാം ഉപാധാസ്യദധീശ്വര. അല്ലയോ രാജാവേ, ആ ഗോപന്മാരാവട്ടെ ശ്രീകൃഷ്ണൻ തങ്ങളുടെ ഇടയിൽ കിടന്നിങ്ങനെ കളിക്കുന്ന ഒരു സാധാരണ കുട്ടിയെ പോലെ ആ ഭഗവാനെ സാക്ഷാൽ ഈശ്വരനായിട്ട് വിചാരിച്ച് മുമ്പ് കാണാത്തതായ അദ്ദേഹത്തിന്റെ അപാര മഹാത്മ്യം കാണാൻ ആഗ്രഹത്തോടു കൂടിയവരായിട്ട് ഭവിച്ചു. ഈ നന്ദഗോപര് കണ്ട ആ വൈകുണ്ഠം ശരിക്കും ഞമ്മൾക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ശരിക്കും അങ്ങനെയാണോ? ശരിക്കും കണ്ടു ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് അത്ഭുതമായെന്ന് മാത്രമല്ല നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഭഗവാന്റെ ആ ഈശ്വര രൂപം ഈ ശ്രീകൃഷ്ണന്റെ ഞങ്ങൾക്കും കൂടെ ഒന്ന് കാണണം, നല്ല മോഹമുണ്ടെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. സർവേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അതിസൂക്ഷ്മങ്ങളായ അനന്ത വിഭൂതികൾ ഓരോന്നായി സ്വജനങ്ങളായ നമ്മൾക്ക് കാട്ടിത്തരും. നമുക്ക് ഭഗവാനോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം എന്ന് ശരിക്കും കാണിച്ചു തരുന്നു. അപ്പൊ നമ്മുടെ ജന്മം കൂടി സഫലമായും മോക്ഷവും തരും ശരിക്കും നമ്മുടെ ഭഗവാൻ നമുക്ക് എന്ന് അവരുടെ മനസ്സിൽ അവർക്ക് ശരിക്കും തോന്നി. ഓരോരുത്തർക്കും മനസ്സിലുണ്ട് തോന്നി എന്നാ പറയുന്നത്. ഭഗവാനല്ലേ അതൊക്കെ മനസ്സിലാക്കി അവരുടെ അന്തർഗതത്തിൽ ചിന്തിക്കണ മുഴുവനും ഭഗവാന് മനസ്സിലാവില്ലേ? ഇതി സ്വാനാംസ ഭഗവാൻ വിജ്ഞായ അഖില ദൃക് സ്വയം സങ്കൽപ്പസിദ്ധയേ തേഷാം കൃപയൈതൽ അചിന്തയൽ. ഇങ്ങനെ അവരുടെ മനസ്സിലും ആ സങ്കല്പിച്ചിരിക്കുന്ന തന്റെ അങ്ങനെ സങ്കല്പത്തിൽ അവർക്ക് തന്റെ ലോകം കാണണമെന്ന് മോഹമുണ്ട് എന്ന് മനസ്സിലായപ്പോ തന്റെ ഭക്തന്മാരായ ഗോപന്മാരുടെ അഭിപ്രായത്തെ അവര് പറയാതെ തന്നെ സർവജ്ഞനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിഞ്ഞിട്ട് അവരുടെ ആ മനോരഥ സിദ്ധി വരുത്തണം, അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ആ കരുണ കൊണ്ട് ഭഗവാൻ വിചാരിക്കുകയാണ്. ഭക്തവത്സലനായ ഭഗവാൻ ഭക്തന്മാരുടെ ആഗ്രഹം നിറവേറ്റുന്നതിൽ ത്വര ഉള്ളതാണ്. അതുകൊണ്ട് അവരെപ്പോ ഭഗവത് വിഭൂതികള് ഇനിയും കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോ തന്നെ അത് മനസ്സിലാക്കി അതിന്റെ സാധ്യത്തിനായിക്കൊണ്ട് ഉത്സാഹിക്കണം. ഭഗവാൻ അപ്പൊ തന്നെ അവരെ അത് കാണിച്ചു കൊടുക്കണം എന്ന് ഉറപ്പിച്ചു. ഗീതയിൽ പറയണ്ടല്ലോ, അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാഹ പരിപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ തന്നെ ആ ഭഗവത് വചനത്തെ ഭഗവാൻ ഗോപന്മാർക്ക് അനുഭവപ്പെടുത്തി കൊടുത്തു. അതിലൊക്കെ എന്താ ആശ്ചര്യം അല്ലേ? ഭഗവാൻ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുണ്ട്. ജനോയം ലോകയേതസ്മിൻ അവിദ്യാ കാമകർമ്മഭി ഉച്ചാവജാസു ഗതിഷു നവേദ സ്വാം ഗതിം ഭ്രമൻ. ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അജ്ഞാനം, അത് നിമിത്തം വിഷയതാൽപര്യം, അത് നിമിത്തം അത് സാധിക്കാനുള്ള യത്നം എന്ന 3 സംഗതികൾ നിമിത്തം പലവിധ പുണ്യപാപകർമ്മങ്ങൾ അനുഭവിക്കാൻ ഉപകരിക്കുന്ന ഉത്കൃഷ്ട നികൃഷ്ട യോനികളിൽ ജനിക്കുകയും അതത് ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കാലം കഴിക്കുകയും ചെയ്യുന്നവരാണ്. അജ്ഞാന നിമിത്തം കുറെ പുണ്യം ചെയ്യും, കുറെ പാപം ചെയ്യും. അപ്പൊ പിന്നെ വീണ്ടും വീണ്ടും ജനനം മരണം അല്ലെ? അപ്പൊ അവരവരുടെ പരമാർത്ഥ സ്വരൂപം അറിയാതെ അങ്ങനെ ഭ്രമിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇതിനെ അനുസരിച്ച് ഈ ഗോപന്മാരും പരമാർത്ഥഗതി അറിയാത്തവരാകയാൽ എന്റെ സംബന്ധം നിമിത്തം ഇവർക്ക് ഇപ്പോൾ ജനിച്ചിരിക്കുന്ന എന്റെ സ്വരൂപ ദർശന താല്പര്യം ഞാൻ സാധിപ്പിക്കേണ്ടതാണ്. അവർക്ക് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുക്കും. ഭഗവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ ഭഗവാൻ അവർക്ക് ആ വൈകുണ്ഠം കാണിച്ചു കൊടുക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ